അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം ഫ്യുവൽ സ്വിച്ച് ഓഫ് ആയതാണെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. പറന്നുയർന്ന നിമിഷങ്ങൾക്കകം എഞ്ചിനുകൾ രണ്ടും ആകാശത്ത് വെച്ച് നിലച്ചു. എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന ഫ്യുവൽ സ്വിച്ചുകൾ 1 സെക്കൻഡിനുള്ളിൽ ഓഫായി. എന്തിനാണ് കട്ട് ഓഫ് ചെയ്തത് എന്ന് ഒരു പൈലറ്റ് ചോദിച്ചതായും മറ്റേയാൾ ഞാൻ ചെയ്തില്ല എന്നും മറുപടി പറഞ്ഞതായും കോക്പിറ്റ് ഓഡിയോ റെക്കോർഡറിലുണ്ട്. മനഃപൂർവ്വം ആരെങ്കിലും സ്വിച്ച് ഓഫ് ആക്കിയതാണോ അതോ സാങ്കേതിക തകരാറാണോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തുവരൂ. പൈലറ്റുമാർ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ 1ാം എഞ്ചിൻ ഭാഗികമായി പ്രവർത്തനക്ഷമമായെങ്കിലും 2ാം എഞ്ചിൻ പ്രവർത്തനക്ഷമമായില്ല. സ്വിച്ച് ഓഫ് ആയതിനു പിന്നാലെ വിമാനത്തിന് പറന്നുയരാനുള്ള ശേഷി പൂർണ്ണമായും നഷ്ടമായി. വിമാനം 32 സെക്കൻഡ് മാത്രമാണ് ആകാശത്തുണ്ടായിരുന്നത്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ധന സ്വിച്ചിലുണ്ടാവാനിടയുള്ള തകരാർ സംബന്ധിച്ച് മുന്നറിയിപ്പുണ്ടായിരുന്നതായും റിപ്പോർട്ടുണ്ട്. ഫ്യുവൽ സ്വിച്ചിന്റെ കാര്യത്തിൽ US വ്യോമയാന അതോറിറ്റിയായ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു മുന്നറിയിപ്പ് നിലവിലുണ്ടായിരുന്നു. 2018 തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇലക്ട്രോണിക്കലി തകരാർ മൂലം ഫ്യുവൽ സ്വിച്ചിന് മാറ്റമുണ്ടാകാമെന്ന് അന്നത്തെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. എന്നാൽ എയർ ഇന്ത്യ പരിശോധനകൾ നടത്തിയിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. NTV UAE to the world.